ഹലോ മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ ഡെസിമൽ ഫോംസ് ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന മാത്സിന്റെ പാഠത്തിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ഡെസിമൽ നമ്പർ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഫ്രാക്ഷൻ നമ്പേഴ്സ്, ഭിന്നസംഖ്യകൾ എന്താണ്, ദശാംശ സംഖ്യകൾ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. മക്കളെ, എന്താണ് ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ? അതായത് 2/3 ഇതെന്താടാ? ഇതൊരു ഫ്രാക്ഷൻ നമ്പറാണ്, ഒരു ഭിന്നസംഖ്യയാണ്. നിങ്ങൾ നോക്കിയേ, 2/3 എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യയാണ്. എന്തുകൊണ്ട് ഭിന്നസംഖ്യ എന്ന് പറയുന്നു? കാരണം 2/3 മുകളിൽ ഒരു അംശം, താഴെ ഒരു ഛേദം, അംശം ബൈ ഛേദം എന്ന രീതിയിൽ എഴുതുന്നതുകൊണ്ടാണ് നമ്മൾ 2/3 ഒരു ഭിന്നസംഖ്യയാണെന്ന് പറയുന്നത്. ഇനി 2.3 എന്ന് പറയുന്ന നമ്പർ, ഈ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേ. 2.3 എന്ന് പറയുന്ന നമ്പർ ഒരു ഡെസിമൽ നമ്പറാണ്, ദശാംശ സംഖ്യയാണെന്ന് നമ്മൾ പറയുന്നു. എന്തുകൊണ്ട് ദശാംശ സംഖ്യ എന്ന് പറയുന്നു? അവിടെ നമ്മൾ പോയിന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പോയിന്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ അയാൾ ഡെസിമൽ ആണ്, അയാൾ ദശാംശമാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അംശം ബൈ ഛേദം വന്നു കഴിഞ്ഞാൽ അത് ഫ്രാക്ഷൻ നമ്പറാണ്, അത് ഭിന്നസംഖ്യയാണ്. ഇനി പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദശാംശ സംഖ്യയാണ്, അത് ഡെസിമൽ നമ്പറാണ്. ഈ കാര്യം നമുക്കറിയാലോ. എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കുക എങ്ങനെയാണെന്നറിയോ? പരീക്ഷയ്ക്ക് ചോദിക്കുക, നമ്മുടെ അടുത്ത് എന്ത് ചെയ്യണം? നമ്മളെടുത്ത് ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ തരും, അതായത് ഒരു ഫ്രാക്ഷൻ നമ്പർ വരും. 2/10 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ നമ്പർ വരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, 2/10 എന്ന് പറയുന്ന ഫ്രാക്ഷൻ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ദശാംശ സംഖ്യയാക്കി മാറ്റണം. അപ്പോൾ ഒരു നമ്പർ, ഒരു ഫ്രാക്ഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ ദശാംശമാക്കി മാറ്റുക? അതായത് നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ നമ്പറിന്റെ പ്രത്യേകത A/B, അതായത് ഒരു മുകളിൽ ഒരു അംശം, താഴെ ഒരു ഛേദം എന്ന രീതിയിലായിരിക്കും. ഛേദം എപ്പോഴും, മക്കളെ ഓർക്കണം, താഴെയുള്ള സംഖ്യ ഈ ആൾ എപ്പോഴും 10ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതായത് 10, 100, 1000 എന്നിങ്ങനെ സംഖ്യകളായിരിക്കും. അതായത് 2/3 എന്ന് കിട്ടിയില്ലേ, ഇതുപോലെ താഴെ എന്ത് കിട്ടില്ല? താഴെ ആ 3, 4 ഇങ്ങനെയൊന്നും നമുക്ക് വരിക. നമുക്ക് വരുന്ന സംഖ്യ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് നമുക്ക് വരുന്ന സംഖ്യ ഏത് മാത്രമായിരിക്കും? A/B എന്നുള്ളതിൽ ഏതായിരിക്കും? 2/10, 2/100, 23/10, 23/100 എന്നിങ്ങനെ 10ന്റെ മൾട്ടിപ്ലൈയുള്ള സംഖ്യകൾ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2/10നെ ഡെസിമലാക്കി മാറ്റണം. 2/10നെ ഡെസിമലാക്കി മാറ്റണമെങ്കിൽ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ അംശമായിരിക്കുന്ന സംഖ്യ, ഏറ്റവും മുകളിലിരിക്കുന്ന സംഖ്യ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ അങ്ങ് എഴുതുക. മുകളിലിരിക്കുന്ന സംഖ്യ 2 ആണ്, 2 അതുപോലെ തന്നെ എഴുതി. ഇനി ചെയ്യേണ്ടത്, ഛേദത്തിൽ എത്ര പൂജ്യമുണ്ട്? ഛേദത്തിൽ ഒരു പൂജ്യമുണ്ട്. പക്ഷേ ഒരു പൂജ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു സ്ഥാനം കഴിഞ്ഞ്, ഈ സ്ഥാനം കഴിഞ്ഞ് ഇടത്തോട്ടേക്ക് എന്ത് ചെയ്യുക? ഒരു സ്ഥാനം കഴിഞ്ഞ് എന്ത് ചെയ്യുക? ഒരു സ്ഥാനം കഴിഞ്ഞ് ഒരു പോയിന്റ് ഇടുക. അപ്പോൾ 0.2 എന്ന് കിട്ടി. 0.2 എന്ന് പറയുക ഒരു സുഖയില്ലാത്ത നമ്മളൊരു 0 ചേർക്കുന്നു. 0.2 ആണ് 2/10ന്റെ ഡെസിമൽ, 2/10ന്റെ ദശാംശ സംഖ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5/10 നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് 5/10നെ ദശാംശമായി മാറ്റിക്കൂടെ? മാറ്റാലോ. എങ്ങനെ മാറ്റും? എന്താ ചെയ്യേണ്ടത്? മാറ്റാൻ ചെയ്യേണ്ടത് ആദ്യം 5 അതുപോലെ തന്നെ ഇടുന്നു. 5 അതുപോലെ തന്നെ ഇടുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഇനി ചെയ്യുന്നത്, ഛേദത്തിൽ ഒരു 0 ആണുള്ളത്. ഒരു 0 ഉള്ളത് കൊണ്ട് ഒരു സ്ഥാനം മാറ്റി എന്ത് ചെയ്യുന്നു? പോയിന്റ് ഇടുന്നു. അപ്പോൾ 0.5 ആണ് 5/10ന്റെ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്, ദശാംശ സംഖ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? പക്ഷേ 52/10ന്റെ എന്താണ്? 52/10ന്റെ ഡെസിമൽ, 52/10ന്റെ ദശാംശ സംഖ്യ എന്താ? നമുക്ക് എന്ത് ചെയ്യണം? മാറ്റി നോക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം ചെയ്യേണ്ടത് 52/10 അംശം 52, ഛേദം 10, അംശമായ 52 എന്ത് ചെയ്യുന്നു? അതുപോലെ എഴുതുന്നു. 52 അതുപോലെ എഴുതിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? താഴെ എന്താ? ഛേദത്തിൽ ഒരു 0 ആണുള്ളത്. ഒരു 0 എന്ത് ചെയ്യുന്നു? ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുന്നു. 5.2 0-ത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? സ്ഥാനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കി എന്ത് ചെയ്യുന്നു? പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഞാൻ എഴുതുകയാണ് 523/100. 523/100 നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മാറ്റി എഴുതാം. എന്താ ചെയ്യേണ്ടത്? ആദ്യം 523 അതുപോലെ എഴുതുന്നു. 523. ഇനി 100 എന്ന് പറയുമ്പോൾ 1, 2 പൂജ്യങ്ങളുണ്ട്. അതുകൊണ്ട് 2 സ്ഥാനം കഴിഞ്ഞ് 3, 2 കഴിഞ്ഞ് എന്ത് ചെയ്യുക? പോയിന്റ് ഇടുന്നു. 5.23 എന്ന ആൻസർ എഴുതി. 5.23 എന്ന രീതിയിൽ ആൻസർ എഴുതി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഭിന്നസംഖ്യയെ, ഒരു ഫ്രാക്ഷൻ നമ്പറെ ഒരു ഡെസിമൽ നമ്പറിലേക്ക് മാറ്റി ചെയ്യാം. മക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. 232/10 നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡെസിമലാക്കി മാറ്റണം. അപ്പോൾ 232/10ന്റെ ഡെസിമൽ സംഖ്യ എത്രയാണെന്ന് എന്ത് ചെയ്യണം? ഒന്നവിടെ കമന്റ് ചെയ്യുക.